ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാനും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഡിന്നറായിട്ടും ഇനി ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ ആയിട്ടും പറ്റിയിട്ടുള്ള ഒരു ഈസി പിസ്സ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശക്കല്ലിലാണ് നമ്മുടെ 5 മിനിറ്റ് പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തേച്ചിരുന്നാലും മതി. 4 സ്ലൈസും ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് സ്ലൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ആ ഗ്യാപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ ഒന്ന് മെൽട്ടായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ബാക്കി മുഴുവനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. 2 ചീസിൻ്റെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒറിഗാനോ സീസണിങ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുക്കുന്ന ഒറിഗാനോ സീസണിങ്ങിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒറിഗാനോ ആയാലും മതി. നല്ലൊരു സ്മെല്ലാണ് ഇതിട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് ചതച്ചതില്ലേ, അതും ഇട്ട് കൊടുക്കാം. അതൊരു 2 നുള്ളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, എല്ലാ സൈഡിലുമായിട്ട് അങ്ങ് തേച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മയോണൈസാണ്. സാധാരണ മയോണൈസ് ആരും പിസ്സയിൽ ചേർക്കാറില്ലല്ലോ, പക്ഷെ നമുക്ക് ചേർക്കാം. നമുക്കതൊരു 2 or 3 ടേബിൾ സ്പൂൺ അങ്ങ് തേച്ച് കൊടുക്കാം. നമുക്ക് വീട്ടിലുണ്ടാക്കിയ മയോണൈസ് എടുക്കാം, കടയിൽ നിന്ന് വാങ്ങിച്ചതായാലും കുഴപ്പമില്ല. മയോണൈസ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചിക്കൂസ് ഡൈനിൽ ഇട്ടിട്ടുണ്ട്. ചിക്കൂസ് ഡൈൻ മയോണൈസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതും ചിക്കൂസ് ഡൈൻ ഹെൽത്തി മയോണൈസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ. അതെല്ലാം തേച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ഭാഗമൊക്കെ മതിയാവും സവാളയുടെ. തക്കാളിയും ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു 4-5 കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതും ഒരു 2-3 കഷ്ണം, അത്രയും മതി. ഇനി നമുക്ക് ഒലീവ് ഇട്ട് കൊടുക്കാം. ഒലീവ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാണാൻ ഒരു ലുക്കിന് വേണ്ടിയാണ് കേട്ടോ ഒലീവ് ചേർക്കുന്നത്. പിന്നെ ഒരു 2-3 എണ്ണം റൗണ്ടിൽ കട്ട് ചെയ്ത് ഇട്ടെടുത്തിരുന്നാൽ മതി. നമുക്ക് അതിന് മുകളിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് അത് മുറിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. വെജിറ്റബിൾസിൻ്റെ മുകളിൽ ആവാതെ വരുന്നാൽ മതി, അപ്പോൾ പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു നുള്ള് ഒറിഗാനോ സീസണിങ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും ഒരു 1-2 നുള്ള് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അടപ്പുണ്ടെങ്കിൽ അവിടെ അടപ്പ് വെച്ച് അടയ്ക്കാം. വലിയ ഇതുപോലെ പാത്രം ഉണ്ടെങ്കിൽ പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ മതിയാക്കും. അടിഭാഗം നല്ല മുരിഞ്ഞ് വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുകളിലൊക്കെ ഇട്ട ചീസില്ലേ, അതൊക്കെ നല്ല മെൽട്ടായിട്ട് വരും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ലോ ഫ്ലെയിമിലാണ് വെച്ചത്. മീഡിയം ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മതിയാകും. അടിഭാഗം കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിതിങ്ങനെ എടുക്കാം. നേരെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് വിട്ടു പോകുന്നല്ലോ കേട്ടോ, ഒരുമിച്ച് തന്നെ ഇരുന്നോളും. എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മൾ സാധാരണ ദോശയൊക്കെ എടുക്കുന്നുള്ള ഒരൊറ്റ എടുക്കൽ അങ്ങനെ എടുക്കണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ കുട്ടാപ്പി ഇവിടെ ഇരിക്കട്ടെ. കുട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കട്ടെ അല്ലേ. നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര ക്രീമിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പിസ്സയൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു നല്ല സ്മെല്ലുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മയോണൈസ് ഒക്കെ ഇട്ടുകൊണ്ട്, സാധാരണ പിസ്സയിലൊന്നും ആരും മയോണൈസ് ഇടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നല്ല ക്രീമി ആയിട്ടാണുള്ളത്. ഒന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി. എന്താ പറയുക, ശരിക്കും നമ്മൾ പിസ്സ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയത്. കുട്ടാപ്പി തിന്ന് ക്ഷീണിച്ച് കിടന്നുപോയി. നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് കുട്ടാപ്പിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടാപ്പിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. ഇതിൻ്റെ അടിഭാഗം കാണിച്ചില്ലല്ലോ, ഇതാട്ടോ ഇതിൻ്റെ അടിഭാഗം നല്ല മുരിഞ്ഞ് നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ ആണ് ആയിട്ടുള്ളത്. ഇതാണ് കറക്റ്റ് ഒരു ഭാഗം. അപ്പോൾ നല്ല മുരിഞ്ഞിട്ട് കിട്ടും. കഴിക്കാനും കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുരിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ മര്യാദ കൊടുത്തു വിടുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ട്. 5 തൊട്ട് 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് ചടപടയെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.